ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ സ്കൂൾ വിട്ട് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ചന്ദ്രാപിന്നിയിൽ പൂയം നടക്കുകയാണ്. അപ്പോൾ ഇത് എടത്തിരുത്തിയിൽ കൂടി ആനയും ഈ ഒരു സംഭവമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മീറ്റ് ചെയ്യുന്നത് ചന്ദ്രാപിന്നിയിൽ ഒരു വലിയൊരു അമ്പലമുണ്ട്, അവിടെയാണ്. അപ്പോൾ ഇത്ര അടുത്ത് നിന്നിട്ട് ആനേനെയൊക്കെ കാണാനായിട്ട് പറ്റുന്നതൊക്കെ എനിക്ക് വളരെ കുറവാണ്. പിന്നെ ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം ഒരുപാട് ആനയിടുന്ന വീഡിയോസ് വൈറലായിട്ടൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ വീട്ടിലെത്തി റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്ദ്രപിന്നിയിൽ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടാവും, പിന്നെ വെടിക്കെട്ട്, പിന്നെ ആ ഒരു പൂയത്തിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 7:30 മണിക്കാണ് ഫയർ വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഫയർ വർക്ക്സ് കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുമാത്രം കാണാമെന്നുള്ള ഇതിൽ ഞങ്ങൾ പോയത് വീട്ടിൽ നിന്ന് 8 മണിക്കാണ് അവിടെ എത്തിയത്. അവിടെ ചെന്നെത്തിയപ്പോഴേക്കും ഫയർ വർക്ക്സ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും ചോദിച്ചപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഭാഗത്തുള്ള സംഭവങ്ങൾ. ഇതാണ് കേട്ടോ അമ്പലം വരുന്നത്. അപ്പോൾ ഫയർ വർക്ക്സ് കണ്ടുകൊണ്ടിരിക്കൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. ഒരുപാട് നാൾക്ക് ശേഷമാണ് അവളെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേരെ കാണാനൊക്കെ പറ്റുക. അപ്പോൾ കുറേ നാൾക്ക് ശേഷം അവളെയും അവളുടെ മോനെയും ഒക്കെ കണ്ടു. മോനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷേ കുറേ നേരം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല, കാരണം മോന് കുഞ്ഞായതുകൊണ്ട് വിശന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് പോയി. അപ്പോൾ അതിന് ശേഷം അവിടെ തന്നെ ഫയർ വർക്ക്സ് കഴിഞ്ഞപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ് ഉണ്ട്, അവളുടെ വീട്. അപ്പോൾ അവളെ വിളിച്ചു. അവളുടെ വീട്ടിൽ പോയി. അവളുടെ അനിയത്തിയും അവളും ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ പോയിട്ട് ഞാൻ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ വീട്ടിൽ ആദ്യമായിട്ട് പോയ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പിന്നെ ആകെ ബഹളമൊക്കെ ആയിട്ട് ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ കാണുന്നവർ തന്നെയാണ് വർക്ക് ചെയ്യുമ്പോൾ. എന്നാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി മീറ്റ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു സന്തോഷമാണല്ലോ. പക്ഷെ ഞാൻ അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇത് എടത്തിരുത്തിയിലാണ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വീഡിയോയില്ലേ, ആ ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടുന്ന് ഇങ്ങനെ ഈ കാവടിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടൊരു 10 മണിയോട് കൂടിയാണ് പിന്നെ നേരെ ചന്ദ്രാപിന്നിയിലോട്ട് ഇവരൊക്കെ മൂവ് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടുന്ന് കാണുന്നതാണ് സൗകര്യം. അമ്പലപ്പറമ്പിൽ പോയി നിൽക്കുന്നതിനേക്കാളും നമുക്ക് സൗകര്യം ഇവിടെ നിന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കാണുന്നതാണ്. ഇവിടെ ആകുമ്പോൾ ഒരു ഒഴിഞ്ഞ പറമ്പിലും റൂട്ടിലൊക്കെ ആയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനിടക്ക് ഈ ഒരു പൊട്ടിക്കുന്ന സംഭവം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പൊട്ടിക്കുന്ന സമയത്ത് ഞങ്ങൾ മിസ്സായി പോയി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 10:15 കൂടിയാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.